ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. വെങ്കി ആൾട്ടൂരി സംവിധാനം ചെയ്ത് ദുൽഖർ സൽമാൻ നായകനായി എത്തി ഒക്ടോബർ 31 ഇറങ്ങിയ ചിത്രമാണ് ലക്കി ഭാസ്കർ. ഇതിനോടകം തന്നെ സിനിമ വേൾഡ് വൈഡായിട്ട് 125 കോടി കടന്നിരിക്കുന്നു. സിനിമയുടെ കേരള ഫൈനൽ കളക്ഷൻ എത്ര? അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഒന്ന് പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഒപ്പം ലൈക്കും ഷെയറും ഒക്കെ ഒന്ന് ചെയ്യുമല്ലോ. സിനിമ 35 ദിനങ്ങൾ പിന്നിടുകയാണ്. സിനിമ OTTയിലേക്ക് ഇറങ്ങിയിട്ട് ഒരാഴ്ച പിന്നിടുമ്പോഴും സിനിമയ്ക്ക് സ്റ്റഡി കളക്ഷനായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നുള്ളതാണ്. കേരളത്തിലെ കളക്ഷൻ നോക്കുമ്പോൾ സിനിമയ്ക്ക് ഇതുവരെ 35 ദിനം കൊണ്ട് എത്തിയിരിക്കുന്നത് 24,82 ലക്ഷം രൂപയോളമാണ്. അതായത് ഈ സിനിമ ഇറങ്ങിയപ്പോൾ ഒരു 10 കോടിയെങ്കിലും കേരളത്തിൽ നിന്ന് കിട്ടുമോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നുവെങ്കിൽ അതിപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ ഇരട്ടി കടക്കുന്നു, അല്ലെങ്കിൽ 2.5 ഇരട്ടിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ദുൽഖർ സൽമാൻ്റെ തന്നെ ഏറ്റവും വലിയ ഹിറ്റായിരുന്ന സീതാരാമം എന്ന സിനിമ കേരളത്തിൽ നിന്ന് ലഭിച്ചത് വെറും 8 കോടി മാത്രമായിരുന്നു. 98 കോടി നേടിയ ആ ഒരു ചിത്രം നമുക്ക് കാണാൻ കഴിഞ്ഞു. അത്രത്തോളം ഗംഭീരമായിരുന്നുവെങ്കിൽ അതിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു ചിത്രമായി ഇന്ന് ലക്കി ഭാസ്കർ മാറുകയാണ്. OTTയിൽ അതിഗംഭീരമായിട്ടുള്ള ഒരഭിപ്രായത്തിലൂടെ സിനിമ മുന്നോട്ട് കുതിക്കുമ്പോൾ തിയേറ്ററുകളിലും സിനിമ ഓടുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ മാത്രമല്ല വേൾഡ് വൈഡായിട്ട് സിനിമയ്ക്ക് ഡെയിലി 10 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് കളക്ഷൻ വരുന്നത് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതായത് സിനിമ 10 ദിവസം കൊണ്ട് 1 കോടിക്ക് മുകളിലേക്ക് എപ്പോഴും എത്തുന്നു സ്റ്റഡിയായിട്ട്. പ്രത്യേകിച്ച് ഞായർ അല്ലെങ്കിൽ ശനി ഞായർ അല്ലെങ്കിൽ അവധി ദിനങ്ങളിലെല്ലാം തന്നെ സിനിമയ്ക്ക് 50 ലക്ഷം രൂപയ്ക്ക് അടുത്തേക്ക് എത്തുന്നും ഉണ്ട്. ഇതിനോടകം തന്നെ 125 കോടി വേൾഡ് വൈഡായിട്ട് സിനിമ കടന്നിരിക്കുന്നു. ഹിന്ദിയിൽ സിനിമയ്ക്ക് റിലീസ് ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ലഭ്യമായ വിവരങ്ങൾ. OTT 5 ഭാഷകളിലെത്തിയ സിനിമ വലിയ തരംഗം തന്നെയാണ് സൃഷ്ടിക്കുന്നത്. കേരളത്തിൽ സ്റ്റഡി കളക്ഷനായിട്ട് ഓരോ ദിവസവും മികച്ച രീതിയിൽ തന്നെ കളക്ട് ചെയ്യപ്പെടുകയാണ്. അതായത് 40-ാം ദിവസത്തിലേക്ക് അടുക്കുകയാണ് സിനിമ. ഇന്നും നോക്കുമ്പോൾ രാവിലെ തന്നെ സിനിമയ്ക്ക് അത്യാവശ്യം നല്ല ബുക്കിംഗ് ഉണ്ട് എന്നുള്ളതാണ്. അതായത് വർക്കിംഗ് ഡേയ്സിൽ സിനിമയ്ക്ക് 20% ഒക്യുപ്പൻസിയും അവധി ദിനങ്ങളിൽ സിനിമയ്ക്ക് 45-50% ഒക്യുപ്പൻസിയോടെയുമാണ് ഇപ്പോൾ മൾട്ടിപ്ലക്സുകളിൽ സിനിമ കളിക്കുന്നത്. കേരളത്തിൽ 25 കോടിയിലേക്ക് സിനിമ എത്തിപ്പെടുകയെന്നും ഒരു വലിയ സൂപ്പർ മെഗാ ഹിറ്റിന് മുകളിലേക്ക് സിനിമ എത്തിയിരിക്കുകയാണ്. ഒരുപക്ഷെ ഇൻഡസ്ട്രി ഹിറ്റെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന തരത്തിലാണ്. ഇതുവരെ ഒരു തെലുങ്ക് സിനിമ കേരളത്തിൽ വന്നിട്ട് ഇത്രത്തോളം കളക്ഷൻ ദുൽഖറിൻ്റെതായി വന്നിട്ടില്ല. ഏറ്റവും ഉയർന്ന അല്ലെങ്കിൽ മലയാളി നടൻ അഭിനയിച്ചിട്ടുള്ള ഒരു തെലുങ്ക് സിനിമ അല്ലെങ്കിൽ അന്യഭാഷാ ചിത്രങ്ങളിൽ ഏറ്റവും വലിയ ഒരു കളക്ഷനാണ് ഈ സിനിമ നേടിയിരിക്കുന്നത്. തുടർന്നും സിനിമയ്ക്ക് കളക്ഷൻ കയറും. ഒരുപക്ഷെ ഈ സിനിമയുടെ ആദ്യ ദിനത്തെ പോസ്റ്ററിൽ വന്ന പോലെ 26 കോടി രൂപ കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്യപ്പെടും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായും 26.2 കോടിയാണ് 2 ദിവസത്തെ സിനിമയുടെ കളക്ഷനായിട്ട് അന്ന് വന്ന പോസ്റ്റർ. അത് തന്നെയാണ് നമ്മൾ തംബ്നെയിലിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ ആ റേഞ്ചിലേക്ക് സിനിമ എത്തും. ഒരുപക്ഷെ 20 കോടി രൂപ വരെ എത്തുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ അതിനും മുകളിലേക്ക് കുതിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങൾ ആരൊക്കെയാണ് ലക്കി ഭാസ്കർ തിയേറ്ററിൽ പോയി കണ്ടത്? കമൻസിലൂടെ രേഖപ്പെടുത്താം. നിങ്ങൾ OTTയിൽ കണ്ടിട്ട് വളരെ അടുത്തറിയാവുന്ന ആളുകൾ തന്നെ പറഞ്ഞു ഇത് തിയേറ്ററിൽ കാണാഞ്ഞത് ഒരു വലിയ നഷ്ടമായി പോയി എന്നുള്ളത്. എന്താണേലും നമുക്ക് കാത്തിരിക്കാം. ഇതിൻ്റെ ഫൈനൽ കളക്ഷനും കാര്യങ്ങളുമൊക്കെ ഇനിയും കൂടും. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാലും ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരിക. ഗ്രേറ്റ് മീഡിയ.